ഇറാൻ പാർലമെന്റ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി അയത്തുള്ള അലി ഖമനയുടെ ഉത്തരവോട് കിട്ടിയാൽ ഒരുപക്ഷെ ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്ന് പറഞ്ഞാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി ലോക രാജ്യങ്ങൾക്കെല്ലാം പണി കൊടുക്കാനായിട്ട് ഇറാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴി എന്നാണ് ഈ ഹോർമൂസ് ഇടനാഴി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണവില ഇന്ത്യയിൽ ഉൾപ്പെടെ കുതിച്ചുയരുന്ന രീതിയിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാസിൻ്റെ വില വർദ്ധിക്കും, ഇന്ധനത്തിൻ്റെ വില വർദ്ധിക്കും. നമുക്കറിയാം ഇതുമൂലം ഇറാന് തന്നെയും വലിയ നാശനഷ്ടമുണ്ടാകും. കാരണം ഇറാൻ്റെ എണ്ണ വിൽപ്പനയിലെ 90% നടക്കുന്നത് ഏതാണ്ട് ഇതേ മേഖലയിലൂടെയാണ്. 50 വലിയ ടാങ്കറുകളിലെ എണ്ണ, അതായത് വലിയ കപ്പലുകൾ പോകാനിരിക്കുന്നതിനിടെയാണ് അമേരിക്ക ഇറാനെ കയറി ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് മേഖലയിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ പോകുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. സൗദി, കുവൈറ്റ്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ അസംസ്കൃത എണ്ണ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രധാന ഇടനാഴി എന്ന് പറയുന്നതും ഈ ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ കോവിഡ് മഹാമാരിയൊക്കെ ഉണ്ടായ സമയത്ത് ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഉണ്ടായി. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോഴും ഇതിനെക്കാട്ടും വലിയ പ്രതിസന്ധി ഉണ്ടായി. അപ്പോഴൊന്നും തന്നെ അടച്ചിടാതിരുന്ന ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിടാനുള്ള തീരുമാനം എടുക്കുക എന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ലോക രാജ്യങ്ങളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഏരിയ കൂടി നമ്മൾ കണക്കാക്കണം. അതായത് ഇതിൻ്റെ വടക്കൻ തീരം ഇറാനാണ്, തെക്കൻ തീരം എന്ന് പറയുന്നത് ഐക്യ അറബ് എമിറേറ്റ്സ് ആണ്, ഒരു ഭാഗം എന്ന് പറയുന്നത് മുസന്തു ആണ്. ഈ മേഖലയിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ഇറാന് സാധിക്കും. സ്വയം ഇറാനും ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന് തന്നെയും അസംസ്കൃത എണ്ണയും അല്ലെങ്കിൽ എണ്ണ വ്യാപാരവും എല്ലാം തന്നെ ഇതിലൂടെ തടസ്സപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായിട്ടും ഗൾഫാൻ ഒമാനുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാത വളരെ നിർണായകമാണ് ഈ യുദ്ധകാലത്ത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 21 നോട്ടിക്കൽ മൈലാണ്. അപ്പം വീതി കുറഞ്ഞ ഏതാണ്ട് 3 കിലോമീറ്റർ വരെ വീതിയുള്ള ഭാഗത്തൂടെ കപ്പൽ കടന്നു പോകുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 2019 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ആദ്യ ടീമിൽ വന്നപ്പോൾ ഈ US-ഉം ഇറാനും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 4 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അത് ഇറാനാണ് ആക്രമിച്ചതെന്ന് അമേരിക്ക ആരോപിച്ചു. എന്നാൽ പിന്നീട് അവരത് നിഷേധിച്ചു. പിന്നീട് അത് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കപ്പൽ പാതകളെ അറ്റാക്ക് ചെയ്യുക, അല്ലെ ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ആ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ യുദ്ധതന്ത്രമായാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് ഇറാനും ഇവിടെ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അമേരിക്കയിലെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഒരു കണക്കനുസരിച്ച് ഓരോ ദിവസവും ഇതുവഴി 20 മുതൽ 21 ദശലക്ഷം ബാരൽ എണ്ണ വരെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ കടലിലൂടെ കടന്നു പോകുന്നതാണ് ലോകത്തെ മൊത്തം ഉപഭോഗത്തിൻ്റെ, എണ്ണ ഉപഭോഗത്തിൻ്റെ 1/5 നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അത് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ എണ്ണ വിപണിയെ, ഊർജ്ജ വിപണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾ അമേരിക്കൻ കപ്പലുകളെയും മറ്റ് വാണിജ്യ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് ഹൂത്തികൾ പറഞ്ഞു. അതായത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വിമത സംഘടനയാണ് ഈ വിമത ഹൂത്തികൾ എന്ന് പറയുന്നത്. ഇവർക്ക് എല്ലായ്പ്പോഴും സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന കടലിടുക്ക്. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഈ ഹൂത്തികൾക്ക് ഏത് നിമിഷവും ആക്രമണം നടത്താം. നേരത്തെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ, വാണിജ്യ കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്ക നേരിട്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് ഹൂത്തികളുമായി ഒരു ചർച്ച നടത്തുകയും ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതോടുകൂടി ആ കോംപ്രമൈസ് മീറ്റിങ്ങിന് ഫലമില്ലാതായി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ ഒരുപക്ഷെ ആക്രമണവുമായിട്ട് രംഗത്ത് വരും. അങ്ങനെ വന്നാൽ സൗദിയുടെ, UAE-യുടെ, കുവൈറ്റിൻ്റെ ഒക്കെ തന്നെ എണ്ണ കയറ്റുമതി അത് ബാധിക്കും. കാരണം ഇതുവഴി കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രത്യാഘാതമുണ്ടാകും. അപ്പോൾ ലോകത്തെ തന്നെ പ്രധാന എണ്ണ വിതരണക്കാർ എന്നറിയപ്പെടുന്ന ഇറാൻ അവരുടെ 90% എണ്ണ കൊണ്ടുപോകുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു. ഇതിലൂടെ ഇന്ത്യക്കും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു.
കാരണം ഇന്ത്യയും ഏറ്റവും അധികം എണ്ണ വാങ്ങിക്കുന്നത്, എണ്ണ വ്യാപാരം നടത്തുന്നതൊക്കെ ഇറാനുമായിട്ട് ചേർന്നാണ്. 2024 ഇസ്രയേൽ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തി. ആ സമയത്ത് ഇറാൻ്റെ നയതന്ത്ര കെട്ടിടം തകരുകയും 2 ജനറൽമാർ ഉൾപ്പെടെ 7 IRGCയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതൊരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയും ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നൊക്കെ പറയുകയും ചെയ്തു. അന്ന് ഈ ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായി. IRGC അവിടുത്തെ ഒരു കപ്പൽ പിടിച്ചെടുത്തു. കാരണം ഇസ്രായേലിൻ്റെ കപ്പലാണ് അന്ന് പിടിച്ചെടുത്തത്. അതായത് MSC എന്ന് പറയുന്ന ഷിപ്പ് പിടിച്ചെടുക്കുകയും അതിൽ വെച്ച് വിലപേശൽ തന്ത്രങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ഇറാൻ ഈ പറയുന്ന ചില ഭീകര സംഘടനയെ വളർത്തുന്നു. പ്രധാനമായിട്ടും ഹൂത്തികൾ യമനിൽ നിന്ന് ഏറ്റവും അധികം ആക്രമിക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കാണ്. അതുവഴിയുള്ള ഒരു രാജ്യത്തിൻ്റെ വ്യാപാരം നടക്കില്ല. ഇപ്പോൾ ഈജിപ്തിൽ ഉള്ള നമുക്കറിയാം സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വന്നതോടുകൂടിയാണ് ഹോർമൂസ് കടലിടുക്കിന് വളരെയധികം പ്രാധാന്യം വന്നത്. ഏതാണ്ട് അരനൂറ്റാണ്ടായിട്ട് ചെങ്കടൽ മേഖലയിൽ, അതായത് ഈ ചെങ്കടലിലൊക്കെ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ഹൂത്തികൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹോർമൂസ് കടലിടുക്ക് അടുക്കുകയും ചെങ്കടലിനെ ഒരു രക്തക്കളമാക്കി മാറ്റാനും ഈ ഹൂത്തികൾ ശ്രമിച്ചാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താനുള്ള ശക്തിയൊക്കെ അവർക്കുണ്ട്. അപ്പം ഇറാൻ്റെ എണ്ണ ഗ്യാസ് വിതരണത്തെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടും. അത് ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും ബാധിക്കും. പക്ഷേ അമേരിക്കയെ ആക്രമിച്ചതോടുകൂടി ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തന്നെ തകർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിക്കും. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആർമി ബേസുകൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകുന്നത്. അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് പണി നൽകുക, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് യൂറോപ്പിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാന കവാടം എന്ന് പറയാം, ഒരു കപ്പൽ കവാടമാണ്. ഈ കവാടമാണ് ഹോർമൂസ് കടലിടുക്ക്. അവിടം അടച്ചിട്ടുകൊണ്ട് വീണ്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അപ്പോൾ ദ്രവീകൃത പ്രകൃതിവാതകത്തിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിപണനം, അല്ലെങ്കിൽ ഈ കപ്പലുകളിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു സഞ്ചാരപാതയ്ക്ക് തടസ്സം, അങ്ങനെ ലോകത്തിനൊന്നാകെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ ഒരു വലിയ റോള് വഹിക്കാനായിട്ട് പോകുന്നു. ഇതിന് ഇറാൻ പാർലമെൻറ്റിൻ്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന നേതാവ് കൂടി അംഗീകരിച്ചാൽ ഇവർ ഒരു പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാം. അതുമൂലം ഉണ്ടാകുന്നത് US സൈനിക മേഖലയ്ക്ക്, US-ൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ തന്നെ ആഘാതം സൃഷ്ടിക്കാൻ കഴിയും. ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇതോടെ അമേരിക്കയ്ക്ക് എതിരാകുമെന്നാണ് ഇവർ കരുതുന്നത്. മുമ്പും ഇറാന് നേരെ പലവിധ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള ഭീഷണികൾ, അതുപോലെ ഉപരോധങ്ങൾ, അതുപോലെ അവർക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, പ്രോക്സി യുദ്ധങ്ങൾ, മിസൈലുകളും മറ്റും ഇവർക്ക് നേരെ പ്രയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചിരുന്നില്ല. അതിനെയൊക്കെ അതിജീവിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴുണ്ടായേക്കുന്ന ആക്രമണം അവർ സങ്കല്പിക്കുന്നതിനും അപ്പുറമായതുകൊണ്ട് തന്നെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ്. അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് അമേരിക്ക ചില പ്രഖ്യാപനങ്ങൾ നടത്തി. അതായത് ഇനിയെങ്കിലും ഇറാൻ കീഴടങ്ങി എന്നുള്ള നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഇത്രയും നാൾ നടത്തിയത് നിഴൽ യുദ്ധമായിരുന്നു. ഇസ്രയേലിൻ്റെ ടാർഗറ്റ് അവിടുത്തെ ഭരണമാറ്റമാണ്. ആ ഭരണമാറ്റം വേണമെന്ന് അമേരിക്കയും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ഒരു ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ അവർ കീഴടങ്ങാനുള്ള സമയം കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അമേരിക്ക ഇറാന് മേൽ നടത്തുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം ഫോർദോ എന്ന് പറയുന്ന അവരുടെ ആണവ കേന്ദ്രങ്ങളായിരുന്നു. ഒപ്പം ഇസ്ഫഹാനുമുണ്ട്, നദാൻസുമുണ്ട്. ഈ 3 കേന്ദ്രങ്ങളിൽ ഫോർദോയ്ക്ക് നേരെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച്, ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. മറ്റ് 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന്, അല്ലെ യുദ്ധക്കപ്പലിൽ നിന്നൊക്കെ മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈ രാജ്യങ്ങളുടെ എല്ലാം വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന ഈ ഹോർമൂസ് കടലിലേക്ക് അടച്ചിടാൻ പോകുന്നത്. അപ്പോൾ സൂയസ് കനാൽ വഴി ഈ വാണിജ്യ കപ്പലുകളൊക്കെ പോകുന്നതിന് ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള കപ്പലുകൾ അതിലേക്ക് പോകാൻ ശ്രമിച്ചാൽ ഹൂത്തികളെ ഉപയോഗിച്ച് യമനിൽ നിന്നുള്ള ഹൂത്തികൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നു. കാരണം അവർക്ക് നിർണായകമായ ഒരു റോൾ വഹിക്കാൻ കഴിയുന്ന മേഖലയാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് ഈജിപ്തിൻ്റെ ഉടമസ്ഥയിലുള്ള സൂയസ് കനാലിനെ ഡിപ്പെൻഡ് ചെയ്ത് വാണിജ്യ കപ്പലുകളൊക്കെ അയച്ചിരുന്ന ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടി കിട്ടും. പേർഷ്യൻ ഗൾഫിനും അതുപോലെ തന്നെ ഒമാൻ കടലിടുക്കിനും ഇടയിലുള്ള ഈ
ഈ മേഖല ഇത് പൂർണ്ണമായിട്ടും ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അതിലേക്കൂടെ കപ്പലുകൾ കടന്നു പോകണോ, എണ്ണ വ്യാപാരം നടത്തണോ, അല്ലെ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഷിപ്പുകളെ കടത്തി വിടണോ, ഇക്കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം ഇറാൻ എടുക്കും. അങ്ങനെ എടുത്താൽ മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്നത് ബഹ്റിനിലാണ്. ബഹ്റിന് ഒരു പണി കൊടുക്കുക എന്നതും ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. കാരണം യുദ്ധം മുറുകുകയാണെങ്കിൽ ബഹ്റിനിൽ നിന്ന് 5ാം കപ്പൽപ്പടയ്ക്ക് ഒരു പക്ഷേ ഈ ഇറാൻ്റെ പരിസരത്തേക്ക് അടുക്കാതിരിക്കാനുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഇവർ എന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കാൻ പറ്റത്തില്ല. എന്തായാലും US നേവി 5ാം കപ്പൽപ്പടയുമായി സജ്ജമായിരിക്കുന്നു എന്നുള്ളത് ഇറാനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഗ്യാസ് വിതരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി കോവിഡിനുണ്ടായപ്പോഴോ അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴോ ഉണ്ടാകാത്തതിനേക്കാൾ വലിയ പ്രതിസന്ധി മനഃപൂർവ്വം ഇവർ സൃഷ്ടിക്കുകയാണ്. 7 റവല്യൂഷണറി ഗാർഡിനെ കൊന്ന സമയത്ത് പോലും ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചിരുന്നില്ല. പക്ഷേ ഇനി അത് പറ്റില്ല. ഇനി ഞങ്ങൾ ശക്തമായ ആക്രമണം നടക്കും. അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്താൽ തിരിച്ചടിക്കുമെന്ന് അയത്തുള്ള അലി ഖമനേയി പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ആണവായുധമില്ലെങ്കിലും പ്രോക്സികളെ ഉപയോഗിച്ച് ആ മേഖലയിൽ ശക്തമായ ആക്രമണം നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ പേർഷ്യൻ ഗൾഫിനെ അല്ലെങ്കിൽ പേർഷ്യൻ മേഖലയെ അറബിക്കടലുമായിട്ടും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഒമാനുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ മേഖലയാണ് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്ക്. അമേരിക്കൻ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് മൊത്തം ഉപഭോഗത്തിൻ്റെ 1/5 അസംസ്കൃത എണ്ണയും ഇതുവഴിയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കണക്കാണിത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ മൊത്തം രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, എനർജി വിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു, എണ്ണ വിലയിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഹോർമൂസ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയും അത് തകർക്കും. 90% അവരുടെ എണ്ണ വിൽപ്പന ഇത് തടസ്സപ്പെടുത്തും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അറബ് രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു നീക്കവുമായി ഇറാൻ മുന്നോട്ട് പോയാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമാകും. കാരണം ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അങ്ങനെയാണെങ്കിൽ ആ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രവചനാതീതമായ സ്വഭാവം കാണിച്ചുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ മറ്റൊരു മേഖലയിലേക്ക് പറക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് റഡാറുകളുടെ കണ്ണുപോലും വെട്ടിച്ചാണ് ഏതാണ്ട് 18,000 കിലോമീറ്റർ പറന്നു വന്ന് ഈ ഇറാനിൽ ആക്രമണം നടത്തിയതും. ഇത്തരമൊരു ആക്രമണം നടത്തിയത് ഇറാനെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയിട്ടുമുണ്ട്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ മാറ്റം, അതായത് ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ആ നിലപാട് അമേരിക്കയും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കൃത്യമായി ആക്രമണം നടത്തിയിട്ട് ഞങ്ങളുടെ വിമാനങ്ങൾ തിരിച്ചുപോയി എന്നും പറയുന്നുണ്ട്. മാത്രമല്ല UN-ലെ അമേരിക്കൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാൻ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്കൊക്കെ ഭീഷണി ഉയർത്തുന്ന ഒരു ഭീകരവാദ രാഷ്ട്രമാണ്. ഈ ഭീകരവാദ രാഷ്ട്രം ആണവ ശക്തി കൈവരിക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോക രാജ്യങ്ങൾ 2 ചേരികളായി തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ആക്രമണത്തിന് ശേഷം മണിക്കൂറുകൾക്കകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ സംസാരിക്കുന്നു. 45 മിനിറ്റോളം നീണ്ടുനിന്ന ആ സംഭാഷണത്തിനിടയിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർ എന്ന് പറയുന്ന നിലയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ ഒരു സാന്നിധ്യം സഹായം വേണം. കാരണം ഇന്ത്യക്ക് ഇസ്രയേലുമായിട്ടും ഇറാനുമായിട്ടും ഒരുപോലെ ബന്ധമുണ്ടെന്ന് ഇറാൻ അറിയാം. എന്നിട്ടും മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനും യുദ്ധത്തിന് സമാനമായ പ്രതീതിയിൽ നിന്ന് ഇസ്രയേലിനെയും അമേരിക്കയും പിന്തിരിപ്പിക്കാനും ഇന്ത്യ ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നരേന്ദ്രമോദി ഇതിനകത്തൊരു നിർണായക റോൾ എടുക്കുമോ എന്നുള്ള ആശങ്ക, ഒരു സംശയം ലോകത്തിനുണ്ട്. ഇതേ സമയം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ റഷ്യയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വ്ളാഡിമിർ പുടിനുമായിട്ടൊരു മീറ്റിംഗ് നടത്തുന്നു. പുടിനുമായിട്ട് സംസാരിച്ച് പ്രശ്നപരിഹാരം വേണമെന്ന് പറയുന്നു.
പറയുന്നു. ഇതിനിടയിൽ റഷ്യ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ ഇറാന് ആണവായുധങ്ങൾ നൽകാൻ ഒരുപാട് രാജ്യങ്ങൾ തയ്യാറാണ്, അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളത് സംശയമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നതിലൂടെ ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധിയെ അതിജീവിക്കാൻ അതിനെ മറികടക്കാൻ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്തിന് ഇന്ത്യക്ക് പോലും കഴിയുമോ എന്നുള്ളത് വരും മണിക്കൂറിൽ വെളിപ്പെടുന്ന ഒരു രഹസ്യമാകും. അതൊരു പരസ്യമായ കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.